ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണപ്പനയുടെ ഇറക്കില്ല. ഇതോ? ഇത് നിന്നുകൊണ്ട് അടിക്കാൻ പറ്റും, ഒടിഞ്ഞു പോകില്ല. അത് എന്തോരം വേണമെങ്കിലും ഒടിയത്തില്ല. ഇത് പുഴുങ്ങി സ്ട്രെയിറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള സാധനം അല്ലത്. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു പുതിയ യാത്രയിലാണ്. മറ്റൊരു പുതിയ യാത്ര എന്ന് പറയാനായിട്ടുള്ള കാരണം, കഴിഞ്ഞ യാത്ര നമ്മൾ അനൂപിനോടൊപ്പമായിരുന്നു. പകരം നമ്മോടൊപ്പം ഇന്നൊരു സുഹൃത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ബോണി എന്നാണ്. ബോണി മേലുകാവിൽ ഒരു ഷോപ്പ് നടത്തുകയാണ്. അതെ, പറ, എന്തിന്റെ ഷോപ്പാണ്? ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്. മെഡിക്കെയർ ഫാർമസി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് മെഡിക്കൽ സ്റ്റോർ തന്നെയാണ്. പക്ഷേ അതായത് നമുക്ക് സർജിക്കൽ സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ മെഡിസിൻസ്, കോസ്മെറ്റിക്സ്, ബേബി ഫുഡ്സ്, ബേബി കെയർ സാധനങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു മെഡിക്കൽ സ്റ്റോർ ആണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ബോണിയുടെ വിശേഷങ്ങൾ. പിന്നെ ബോണിയെ കുറിച്ച് പറയാനാണെങ്കിൽ, ബോണിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും. ബോണിന്റെ കൂടെ പിടിച്ചാണ്, ഞങ്ങൾ കളിക്കൂട്ടുകാരന്മാരാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഇതിനിടയിലുണ്ട്. ബോണി നമ്മുടെ ഒരു 2-3 വർഷം മുന്നേ ഉള്ള വീഡിയോയിലുണ്ട്. ഒരു 3-4 വർഷമായി കാണും. 3-4 വർഷം മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇലവിഴ, പൂഞ്ചിറ, അതോടൊപ്പം തന്നെ ഇല്ലിക്കക്കല്ല് എന്നീ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ വീട് മേരിലാൻഡാണ്. മേരിലാൻഡിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. കട നടത്തുന്നത് മേലുകാവ് മറ്റം, അല്ലേ? മേലുകാവ് മറ്റവും മേലുകാവും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. അത് എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു സ്ഥലങ്ങളാണ്. ശരിക്കും മേലുകാവ് മറ്റം എന്ന് പറയുന്നത് നമ്മുടെ മേലുകാവ് മറ്റം ടൗണ്, മെയിൻ റോഡ്, ഇരാറ്റുപേട്ട തൊടുപുഴ റോഡിലുള്ള ടൗൺ ആണ്. അവിടുന്ന് നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് കാഞ്ചനകവല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ വരുന്ന അടുത്ത ജംഗ്ഷനാണ് മേലുകാവ്. മേലുകാവ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലന്റെ ആ ഒരു നാട്. കഥ പറയുമ്പോൾ സിനിമ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കഥ പറയുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ മേലുകാവ് എന്ന് പറയുന്ന കാണിക്കുന്ന സ്ഥലം, അത് കുരിശിങ്കൽ എന്ന് പറയുന്ന ഒരു, നിങ്ങളുടെ വീടിന് അടുത്തുള്ള സ്ഥലമല്ലേ? നമ്മുടെ വീടിന് അടുത്തുള്ള മേരിലാൻഡിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുരിശിങ്കൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. അത് മേലുകാവ് മറ്റം അല്ല അത് കാണിക്കുന്നത്. അവിടുന്ന് ഒരു നമുക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ ഉണ്ട് മേലുകാവ് മറ്റത്തിന്. ഒരു ചെറിയ ടൗൺ ആണ്. അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കുരിശിങ്കൽ. അവിടെയാണ് ഈ ബാർബറിന്റെ ബാലന്റെ ഷോപ്പും ജഗദീഷിന്റെ ഷോപ്പൊക്കെ കാണിക്കുക. കടകളൊക്കെ ഇപ്പോഴും അതുപോലെ അവിടെ ഉണ്ട്. അതാണ് കേട്ടോ. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം കേട്ടോ. എന്തായാലും ഇന്നത്തെ യാത്രയിൽ അതുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് ആ ഒരു സ്ഥലം. അപ്പൊ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ കാണാം. ആക്ച്വലി കോട്ടയം ജില്ലയിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറയുന്നൊരു പേര് മേലുകാവായിരിക്കും. വളരെ ശാന്ത സുന്ദരമായ ഒരു പ്രദേശമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലൂടെ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ നമ്മളിന്ന് പോകുന്നത് തൊടുപുഴയിൽ നിന്നും മൂലമറ്റം വഴി നമ്മൾ നേരെ ഇടുക്കി ഭാഗത്തേക്ക് കയറുകയാണ്. അതായത് കട്ടപ്പന റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലേക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇന്നിപ്പം ചെറിയ മൂടലും ചില സമയത്ത് വെയിലും തെളിയുന്നുണ്ട്. എങ്ങനെയാണ് കാലാവസ്ഥ അങ്ങോട്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം മഴക്കാലമാണല്ലോ, അപ്പം മഴയുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിച്ചത് മേരിലാൻഡിൽ നിന്നാണ്. അതെ, പോകുന്ന വഴിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ടോ? ഏറ്റവും അടുത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ചൂൽ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം. അങ്ങനെ ഒരു ഗ്രാമമുണ്ടോ? തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പിൽ ചൂൽ സിറ്റി എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കോട്ടയം ജില്ല. തീർച്ചയായിട്ടും. അതെ. അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ടത്തിമാവ് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. കണ്ടത്തിമാവ് നീലൂരിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. പാലായ്ക്കൊക്കെ അടുത്തായിട്ട് വരും. പാല നീലൂർ അടുത്തായിട്ട് വരും. അപ്പം ഇപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു 3-4 കടകളാണ് ഉള്ളത്. ആ കടകളിൽ ഇപ്പം മൊത്തം അവരുടെ മെയിൻ ബിസിനസ് ചൂല്, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ഇറുക്കിലി ചൂല്, അതുപോലെ വള്ളിക്കൊട്ടകള്, അങ്ങനെ നമുക്ക് കൗതുകരായ പല സാധനങ്ങളും അവിടെ കാണാൻ പറ്റും. ഇപ്പം കണ്ടതിമാവെന്നുള്ള പേര് മാറി ചൂൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാഴ്ച നമുക്ക് കാണണം. അത് നമ്മൾ പോകുന്ന വഴിയിലാണോ പണി? പോകുന്ന വഴിക്കാണ്. നമുക്കൊരു 3-4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം അവിടെ കയറി കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു വെറൈറ്റി കാഴ്ച എന്തായാലും കാണാം. ബോണി പറയുന്നത് ബോണിയുടെ വീടിന്റെ അടുത്ത് അധികം ദൂരം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര മുന്നോട്ട് തുടരുന്നതായിരിക്കും. ബോണി, അപ്പൊ ഇതാണ് നമ്മുടെ ചൂൽ സിറ്റി. അതെ. 3-4 കടകളുണ്ടല്ലോ ഇവിടെ മൊത്തം കുറേ കടകൾ, എല്ലാ കടകളിലും തന്നെ മൊത്തം ചൂലുകൾ, അതുപോലെ അനുബന്ധ സാധനങ്ങളെല്ലാം ധാരാളമായിട്ടുണ്ട്. ശരി. ഈ ഒരു ഗ്രാമത്തിലല്ലേ, ഈ ഒരു ഉള്ളിലേക്ക് വന്നിട്ട് ഒരു സ്ഥലത്തേ? അതെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ ഇവിടെ മെയിനായിട്ട് ചൂല് തന്നെയാ അതോ ചൂലും പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ മൊത്തമാണ് ഈ കടകളിൽ? ഇത് ഹോൾസെയിൽ ആണോ? അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അല്ലേ?
നമുക്ക് ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഒന്ന് ചോദിച്ചു നോക്കാം. എന്നാ ബാ, ഇതുണ്ടോ എത്ര സംഭവങ്ങൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ചൂലിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ മുള കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. കൊട്ടകളും മുറം, പിന്നെ ഇതാ കുത്തി നടക്കാനുള്ള ഊന്നുവടി, എല്ലാ സാധനവും ഉണ്ട്. സെറ്റപ്പാണ്. അത് കൊള്ളാം. പോണി എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? എനിക്ക് ഇതുപോലത്തെ 2 കൊട്ട വാങ്ങിച്ചേക്കണമെന്നുണ്ട്. പൂവുണ്ട്. ഫ്രൂട്ട്സ് ഇടാനാണോ? ഫ്രൂട്ട്സ് ഇടാനല്ല, ചില ആവശ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ. ഇത് മറ്റേ പായൊക്കെ ഉണ്ടല്ലോ, പഴയ തഴപ്പായ. തഴയാണോ അത് ചേട്ടാ? ഇത് തഴപ്പായാണോ അതോ ഇത് പരമ്പാണ്? ആ ഹാ 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 ആ ഹാ ഹാ തഴപ്പായ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ തഴപ്പായ അല്ലേ? ഓക്കെ. ഇപ്പോൾ തഴപ്പായ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല അങ്ങനെ അധികം അല്ലേ? ഓക്കെ, അത് കൊള്ളാം. ചൂലിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ചൂല് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂലിൻ്റെ സംഭവങ്ങൾ. ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണപ്പനയുടെ ഇറക്കില്ല. ഇതോ? ഇത് നിന്നുകൊണ്ട് അടിക്കാൻ പറ്റും, ഒടിഞ്ഞു പോകില്ല. എന്തോരം വേണമെങ്കിലും ഒടിയത്തില്ല. എന്തായാലും വളയുള്ളൂ, ഒടിഞ്ഞു പോകത്തില്ല. ഒടിയില്ല അല്ലേ? ഒടിയില്ല. ഇത് കൊള്ളാമല്ലോ സംഭവം. ഇത് 1 വർഷം 1.5 വർഷം ഇത് ഉപയോഗിക്കാൻ പറ്റും. ആണല്ലേ? അത് ശരി. ഇത് എന്താണെന്ന് വെച്ചാൽ വളരെ ലോകപ്രശസ്തമായി ഇത് ഇപ്പോൾ ഈ ചൂല് സിറ്റി. ചൂല് സിറ്റി. എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ചൂല് സിറ്റി ആയത്? ചൂല് സിറ്റി ആയെന്ന് പറഞ്ഞാൽ ഇത് ഈ കോവിഡ് കാലത്ത് മൊത്തത്തിൽ ബിസിനസ് അല്ലാണ്ടല്ലായി നിന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചതായി പരിപാടി. അത് ശരി. ആദ്യം കുറച്ച് ചൂല് കൊണ്ടുവന്ന് വെച്ചു. മറ്റേ നമ്മുടെ ഇത് നമ്മുടെ നാടൻ ഈർക്കിലിച്ചൂല. ഇത് 600 ഗ്രാം തൂക്കമുണ്ട്, നല്ല ബലമുണ്ട്, നല്ല നീളമുണ്ട്. ഇത് കൊണ്ടുവന്ന് ആദ്യം വെച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അത് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടുവന്ന് കുറച്ച് വെച്ച് നോക്കിയപ്പോൾ അന്നേരം തന്നെ അത് തീർന്നു പോയി. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ബൾക്കായിട്ട് 10,000 എണ്ണം വെച്ച് ഓർഡർ ചെയ്ത് മേടിക്കും. ഇത് ഇതിൻ്റെ അകത്ത് ഒരു ഡൈ വെച്ചിട്ടുണ്ട്. ഈ ഡൈ വെച്ചിട്ട് അതിലാണ് ഇത് മെടഞ്ഞ് കെട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ പണിയുന്നതാണോ? അല്ല, നമ്മളിത് ഓർഡർ കൊടുത്ത് ഇമ്പോർട്ടേഴ്സ് കൊണ്ടുവന്നിട്ട് അവർ ചെയ്തു തരുന്ന. ഓ ശരി. നമ്മൾ ചെയ്യുന്നല്ല. നമ്മൾ ചെയ്യുന്നത് ഈ സാധാ ചൂലൊക്കെ നമ്മൾ ചെയ്യുന്ന, ഇതെല്ലാം നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് ചെയ്യിക്കുന്ന. ഓക്കെ. ഇതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാനവിടെ ആദ്യമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ തുടങ്ങി. പിന്നെ അവിടെ ഒരു ചെറിയ കടയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 3-4 കടയാണ്. ഇവിടെ 25 പരം ചൂലുകളുണ്ട്. 25 പരം ചൂലുകളുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ തന്നെ 3-4 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ നീളം കൂടിയതുണ്ട്, അങ്ങനെ ഇതല്ലാതെ ഒറ്റക്കെട്ടായിട്ടുള്ളതുണ്ട്. ഇതുപോലത്തെ ഈ ടൈപ്പ് ചൂലുകൾ, ഈ ടൈപ്പിൽ കെട്ടിയിരിക്കുന്നുണ്ട്, മുറിക്കാത്തതുണ്ട്. പിന്നെ കമ്പുചൂലുകളുണ്ട്. കമ്പുചൂല് എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചൂലുകളാണ് കേട്ടോ. ഇത്രയും ചൂലുകളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്ന്. ഇത് ഈറ്റച്ചൂല്. ഈറ്റ കൊണ്ട് ഉണ്ടാക്കുന്നത്. ശരി. ഈറ്റ കൊണ്ടാണ് ഇപ്പം മഴയായിട്ട് അത് ഇത് വേറെ മുനിസിപ്പാലിറ്റി ചൂല് എന്നൊക്കെ പറയാം. അത് നമ്മൾ രാവിലെ അടിച്ചു വരാൻ ഉപയോഗിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ. അതിൻ്റെ ഇപ്പം വന്നിരിക്കുന്ന വേറൊരു പുതിയ വെറൈറ്റിയാണ്. കുറച്ച് ഈ മെറ്റീരിയൽ മാറ്റം ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഓക്കെ. അത് കമ്പുചൂലുകൾ. ഇതിന് കമ്പുചൂല് എന്ന് പറയുന്നത്. അതെ. മുനിസിപ്പാലിറ്റി ചൂല്, കമ്പുചൂല് എന്നൊക്കെ പറയും. പിന്നെ ഇതുപോലെയുള്ള പുൽച്ചൂലുകൾ. ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് പുൽച്ചൂലുകൾ. പിന്നെ ഇത് ഓലച്ചൂല്. ചിറ്റീന്നിന്റെ ഓല മെഷീനിൽ കയറി വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് യാതൊരു പൊടിയില്ല. ഇതിൽ പൊടി വരില്ല. ഇത് ചിറ്റീന്നിന്റെ ഓല മെഷീൻ്റെ അകത്ത് കയറി വരുന്ന ഓലയാ. ശരി. അതേസമയം ഇത് പിന്നെ ഇത് പ്രത്യേക ഗ്രാസാണ്. ഇതിന് നമ്മൾ അരിയും പൊടിയും ക്ലീൻ ചെയ്ത് വരുന്ന, എന്നാലും നേരെ വരും. ഇതിന് ഒട്ടും പൊടിയില്ല. അത് ആൾക്കാരെല്ലാം കൊണ്ടുപോകും. ഇതിന് പഴയ പോലെയുള്ള അരിയും പൊടിയൊന്നുമില്ല. അതെല്ലാം ക്ലീൻ ചെയ്ത് വരുന്ന, എന്നാലും കാലപ്പഴക്കത്തിന് അല്പസ്വല്പമൊക്കെ വരും. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ചൂല് ഏതായിരിക്കും? ഏറ്റവും മൂവ് ചെയ്യുന്നത് ഇത് അകം ഓടിക്കാൻ. പിന്നെ മുറ്റമടിക്കാനായിട്ട് അത് പോകുന്നതാണ്. ഇത് ഫൈബർ ടൈപ്പ് ചൂലുകളാണ്. ഈ കാണുന്ന ഫൈബർ ചൂലാണ്. ഫൈബർ ചൂലാണ്. ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഈ മഴക്കാലത്ത് ഇഷ്ടം പോലെ പോകും. നമ്മുടെ മുറ്റത്തും വരാന്തയിലും ഒക്കെ വെള്ളമൊക്കെ ചാടുന്ന അടിക്കാനാണെങ്കിൽ ഫൈബർ ചൂലാണെങ്കിൽ ഇത് പിന്നെ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മറ്റേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ളിടത്താണല്ലോ വരുന്നത്. ഇത് ഫൈബർ ചൂല്. പിന്നെ ഇപ്പം നാട്ടിലൊക്കെ കൂടുതലായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു ചൂലയിൽ അതുകൊണ്ട് വീട്ടിൽ കാണും. മറ്റേ ചൂലുകളൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. അതുകൊണ്ട് ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇതിന്റെ വെറൈറ്റി ഒരുപാടുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ചവിട്ടികളുണ്ട്. ചവിട്ടികൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന
പിന്നെ ചകിരി ചവിട്ടികളാണ്. ഇതിനെത്രയാണ്? 100 രൂപ. 100 രൂപ. 100 രൂപയ്ക്ക് വിൽക്കുന്നത് ചകിരിയുടെ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യും അല്ലേ അത്യാവശ്യം? പിന്നെ അത്യാവശ്യം ഇപ്പൊ ഈ മഴക്കാലത്തെല്ലാം ഇതെല്ലാം ആവശ്യക്കാരാ. ഓക്കെ. മഴക്കാലത്ത്. ശരി. ഇത് നമുക്കിത് ടൈലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിന്നുമില്ല? ഒരു കുഴപ്പമില്ല. റബ്ബർ ഇതുള്ളത് റബ്ബറുള്ളതുകൊണ്ട് തന്നെയല്ലേ? തന്നത്തില്ല. അത് തന്നെയുണ്ട്. ഒത്തിരി സൈസുകളുണ്ട്. ഓക്കെ. അപ്പൊ മാറ്റിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. മാറ്റിന്റെ ഉണ്ട്. അതിൽ ചകിരി ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് വരുന്ന. ഇത് ഒരു പ്രത്യേകതരം ചിരവയാ. ഓ അത് ശരി. ഇത് നമ്മൾ മേശയിലോ സ്ലാബിലോ ഈ കൊളുത്തുണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചേച്ച് നമ്മളിങ്ങനെ പയ്യൊന്ന് ചാരി മതി. ഇവിടെ പാത്രം വെച്ചിട്ടുണ്ടാ. അത് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എടുത്ത് വെക്കാം. സ്ഥിരം സംവിധാനം വേണ്ട. ഉറപ്പിച്ച് വെക്കണ്ട, ഒരിടത്ത് ഉറപ്പിക്കണ്ട. ഓക്കെ. അത് ഉപയോഗം കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഒതുക്കത്തിന് എടുത്തു വെക്കാൻ പറ്റും. അതതിന്റെ വേറൊരു പ്രത്യേകത. ഓക്കെ. അതുപോലെ പിന്നെ അനവധി ചൂലുണ്ട്. ഇത് ഫൈബർ ചൂല, ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള. ഓക്കെ. ഫൈബർ അല്ലേ? അതെ. കുളിമുറിയിലൊക്കെ വെച്ചാൽ നനഞ്ഞാലൊന്നും അത് പോകത്തില്ല. പിന്നെ ഇതുപോലത്തെ ബാമ്പു ഐറ്റംസ്, കൊട്ടകൾ. ഇതെന്നാ പറയുക, മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ചെറിയ പൂപ്പലൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബാമ്പു ഐറ്റംസ് ഒരുപാടുണ്ട്. ഇതുപോലെ പൂക്കൊട്ടകളുണ്ട്. ഓ, ഇതൊന്നും ഇപ്പൊ കാണാനില്ല. ഇതാണ് പഴയ അത് തന്നെ പറക്കൊട്ട. ഇപ്പൊ അത് കോറുകൊട്ട അതാണ് എന്നൊക്കെ പറയാം. ഇതൊന്നും ഇപ്പൊ കാണാനില്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ. അതെ. അപ്പൊ അധികം കാണാൻ പറ്റാത്തൊരു ഐറ്റം ആണ് ഈ ഒരു സാധനം. എന്തായാലും ഇതൊക്കെ. പിന്നെ ചൂരക്കൊട്ടകളുണ്ട്. ഇതുപോലത്തെ ചൂരൽ ഐറ്റംസ് ഉണ്ട്. ചൂരലിന്റെ ഐറ്റംസ്. ഓക്കെ. അങ്ങനെയുണ്ട്. ഇതിപ്പോ എന്താണ്? ഇതിന് 1000 രൂപയ്ക്ക് മുകളിൽ വിലയാണ്. ഓ, ഇതിന് 1000 രൂപ ഉണ്ടല്ലേ? അത് കെട്ടണമെങ്കിൽ എല്ലാവരും കൊണ്ട് സാധിക്കില്ല. അതിന്റെ ഒരു പറ കണക്കാക്കി, അളവ് കണക്കാക്കി കെട്ടണം. അളവ് കണക്കാക്കിയിട്ട് വേണം കെട്ടാൻ. അതെ. ഒരു പറ എന്ന് പറയുമ്പം അതിനൊരു അളവാണല്ലോ. അതെ. നമ്മള് അമ്പലങ്ങളിലൊക്കെ പറ നിറയ്ക്കുകയില്ല. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനുള്ള കൊട്ടകളുണ്ട്. എടുത്ത് കാണിക്കണോ? വേണ്ട. കൂട്ടിരുന്ന ഫ്രൂട്ട്സുകൾ വെക്കാനുള്ള കൊട്ടകള്. ഇങ്ങനെ പുഴയുള്ളതുണ്ട്, പുഴയില്ലാത്ത ഫ്രൂട്ട്സുകൾ വെക്കാനുള്ള കൊട്ടകളുണ്ട്. അതെല്ലാം ചൂരലാണ്. ചൂരലാണ്. ഭയങ്കര ലാസ്റ്റിംഗാ. ഇത് നല്ല ഇതല്ലേ? അതെ. അതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന. അതിന്റെ വേറെ മോഡലുകളുണ്ട് വെളിയിൽ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. ചൂലിൽ തന്നെ ഇത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതും ഇമ്പോർട്ടഡ് ഇർക്കലിയുടെ ഒരു വെറൈറ്റിയാണ്. മുറിക്കാത്തത്. ഇതിന്റെ മുറിച്ചതുകൊണ്ട്. അതാ പറഞ്ഞ എങ്ങനെ നോക്കിയാലും നമ്മളൊരു 25-ലധികം ചൂല് സൈസുകളുണ്ട് നമ്മുടെ. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ കണ്ട ചൂലുണ്ടല്ലോ, അതിന്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. അതിന്റെ കെട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് നമ്മൾ ആദ്യമേ കണ്ട ചൂലിന് സമാനമായ രീതിയിലുള്ള കെട്ടുകളാണ്. പക്ഷേ ഇത് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഈർക്കിലി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചൂലാണ്. കെട്ട് രണ്ടും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ്. ഇത് ഇതൊക്കെ അന്യം നിന്ന് പോയതാ. അത് ശരിയാ. ഇപ്പൊ കാണാനില്ല. ഇപ്പം കാണാനില്ല. ഇതൊക്കെ ഇപ്പൊ ഇതിന് നല്ല ഡിമാൻഡാ. അതെല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമാണ് തന്നെ പിന്നെ 150 തവി കൊണ്ടുവന്നു. അതൊക്കെ ഇടിപിടിയും തീർന്നു പോയി. അത് ശരി. ഇത് പിന്നെ വരുന്നവര് ഒരു തവിയാലും മേടിക്കാതെ പോവില്ല. അല്ലെങ്കിൽ മറ്റേ അലുമിനിയം തവികൾ, സ്റ്റീല്, അങ്ങനെ ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പം പഴമയിലേക്ക് ആൾക്കാർ തിരിച്ചു വരുന്നത്. അതല്ലേ? അതിന്റെ ഭാഗമായിട്ടെല്ലാം തിരിച്ചു വരികയാണ്. ഇത് വേറൊരു ഇതാണ്. ഇത് ഈ ഫാനിന്റെ ലീഫ് തുടയ്ക്കാം. പിന്നെ ജനൽ കമ്പികൾ തുടയ്ക്കാം. അതുപോലെ ഇതുപോലെയുള്ള ഭിത്തിയെല്ലാം ഒന്ന് തുടയ്ക്കാം. അങ്ങനെ തുടയ്ക്കാം. ഇത് പിന്നെ എങ്ങനെ വേണമെങ്കിലും ഇത് വളച്ച് തിരിച്ച് എങ്ങനെ വേണമെങ്കിലും തുടയ്ക്കാം. എങ്ങനെയല്ല ഒടിഞ്ഞു പോകത്തില്ല. എങ്ങനെ വേണമെങ്കിലും കൊള്ളാലോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകളും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. ചൂരലിന്റെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ചൂരല് ഇത് ആസാമിന്ന് വരുന്ന ചൂരലാണ്. ഇത് സാധാരണ പാമ്പിനെ ഓടിക്കാനോ വെട്ടിയെ ഓടിക്കാനോ. ഇത് കളരിവടിയാ. ഇത് കളരിവടിക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഒരു 10 ലാത്തിയായിട്ട് ഉപയോഗിക്കാനുണ്ട്. നീളം കുറഞ്ഞതുണ്ട്. 3 അടിയുടെ ഉണ്ട്, 4 അടിയുണ്ട്. അതൊക്കെ 5 അടിയാ. അങ്ങനെ പല നീളത്തിനും പല വലിപ്പത്തിലും വണ്ണത്തിലുമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒടിയത്തില്ല. അതാ അതിൻ്റെ അകത്ത്. അതുപോലെ ഇപ്പം അതിലും പറഞ്ഞ ഇതൊന്നും ഒടിയത്തില്ല. അതല്ലേ? ഇതൊക്കെ ഇങ്ങനെ വളയും. ഓക്കെ. ഏത് സാധനം വേണ്ട വളയും. അതുപോലെ തന്നെ വന്നു കിട്ടും, ഒടിഞ്ഞു പോകില്ല. അത് നല്ല ആസാമിന്ന് ഇത് പിന്നെ പുഴുങ്ങി സ്ട്രെയിറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള സാധനം അല്ലത്. അതൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുണ്ട്. കളരിക്കാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒക്കെ നല്ല ഫാൻസ് പൂക്കള് വെക്കുന്ന കൊട്ടകളുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി
ഇതിലെ വരുമ്പോ അല്ലെ, സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു കറക്റ്റ്? ഇത് നേരത്തെ കണ്ടത്തിമാമെന്നാണ് ഇതിന്റെ പേര്. കണ്ടത്തിമാവ്. ഇപ്പം ആൾക്കാര് പിന്നെ ഒരു ബസ് യാത്ര ചെയ്യുകയാണെങ്കിലും ജൂലി സിറ്റിയിൽ ഇറക്കാൻ പറയും. ശരി, ജൂലി സിറ്റിയിൽ ഇറക്കാൻ പറയും. ചേട്ടനാണ് ഇവിടെ ആദ്യം ചൂലി ഇറക്കിയത്. അതെ 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 അല്ലേ? ഓക്കെ. ഇത് പഴയ തുടുപ്പ് എന്നേലും പിന്നെ ഇടിച്ചു പൊടിക്കാൻ ഇപ്പൊ കപ്പ ഒക്കെ കുഴക്കണമെങ്കിൽ, അല്ലാതെ നമ്മളിപ്പോ എന്തായാലും വീട്ടില് ഇത് കപ്പ അതുപോലെയുള്ള സാധനങ്ങൾ ഇളക്കാനായിട്ടുള്ളത് കമ്പുകൾ. ഇതെന്താണ് മെറ്റീരിയൽ വരുന്നത്? ഇത് തെങ്ങിന്റെ ആര. ഇത് ഉന്നം എന്ന് പറഞ്ഞ തടിയുടെ പ്രത്യേക തടിയാ. നല്ല വെയിറ്റ് അല്ലേ? വെയിറ്റ് ഉണ്ട്. കപ്പയോ അതുപോലെയുള്ള സാധനങ്ങൾ ഇപ്പൊ ഒരു കിഴങ്ങ് കറി വെക്കുക, അല്ലെങ്കിൽ ഉടക്കണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാം അല്ലേ? ഓക്കെ. കപ്പ ഇളക്കാനും കപ്പ ഇടിക്കാനൊക്കെ സാധനമുണ്ട്, ചൂരലുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു ചൂരലിന്റെ സ്റ്റൂളാണ് കേട്ടോ. ഇത് അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 100-150 കിലോ ഇരുന്നാലും കുഴപ്പമില്ലെന്നാണ് കടയിലെ ചേട്ടൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത്യാവശ്യം സ്ട്രോങ് സാധനമാണ്, പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത്, ചൂലി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ചേട്ടൻ്റെ നമ്പർ ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പം കോട്ടയം ജില്ലയിൽ പാല നീലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടത്തിമാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ പേര് തങ്കച്ചൻ കുടിലുമറ്റം എന്നാണ്. എൻ്റെ ഫോൺ നമ്പർ 94 95 16 47 17 ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിലും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് കടകൾക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ ഐറ്റംസും കൊടുക്കുന്നത്. ആൾക്കാർ ഇഷ്ടംപോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അങ്ങ് കണ്ണൂർ, കാസർഗോഡ് സ്ഥലത്തു നിന്നൊക്കെ വന്ന് കൊണ്ടുണ്ടോ. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂര് ഒരു ബാങ്കുകാര് പുതിയ പരിപാടി തുടങ്ങാനാന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ ബൾക്കായിട്ട് എടുത്തു. ഏതാണ്ട് 10-75 രൂപയുടെ. അതല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചൂലി സിറ്റിയുടെ വിശേഷങ്ങൾ. നമ്മുടെ ബാക്കി യാത്ര ഇനി തുടരാം. അങ്ങനെ അവസാനം ബോണി 2 സാധനം വാങ്ങിച്ചു. എന്തൊക്കെയാ വാങ്ങിച്ചേ? ഞാനൊരു ചൂല് വീട്ടിലേക്ക് വാങ്ങിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചൂരലിന്റെ വടി നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ട് തോന്നി. മേടിച്ചു. കുറച്ച് കളരിയൊക്കെ പഠിക്കണം. അതെ അതെ അതെ, എപ്പോഴാവശ്യം വരെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വേറെന്ത് ഒരെണ്ണം നോക്കുന്നെന്ന് പറഞ്ഞാൽ അതായത് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ചേട്ടൻ ഇപ്പോൾ കാണിക്കാന്നാ പറഞ്ഞ്. അപ്പോൾ അതുകൂടെ വാങ്ങിക്കാനാ? അതുകൂടെ ഒരെണ്ണം വാങ്ങിച്ചേക്കാം. നമുക്ക് വീട്ടിലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒതുക്കി വെക്കാം. അത് നമുക്ക് വലിച്ച് നീളവും കൂട്ടുകയും ചെയ്യാം. ആവശ്യമില്ലാത്ത മടക്കി നമുക്കത് ഫോൾഡ് ചെയ്യുമല്ല, പണ്ടത്തെ ഏരിയയിലൊക്കെ പോലെ നമുക്ക് മടക്കി താത്തി വെക്കുകയും ചെയ്യാം. എത്ര ചെറുതാണല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ വീട്ടിൽ വെക്കണമെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു തോട്ടി പോലെ വെക്കേണ്ടി വരും. ഈ സാധനം പിന്നെ നമുക്ക് ഒതുക്കി വെക്കാം. തീർച്ചയായിട്ടും. അല്ല, അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണ്. ഈ ഫാനൊക്കെ തുടയ്ക്കാൻ എന്തായാലും കൈ എത്തില്ലല്ലോ. ഫാൻ അതുപോലെ ഈ വല തുടയ്ക്കാനൊക്കെ. അതെ. ശരി, വാഷിയല്ലേ? കടയിലേക്ക് യൂസ് ചെയ്യാമല്ലോ. കടയിൽ ഉപയോഗിക്കാം. സെറ്റാണ്. ഓക്കെ. ഇത്ര സാധനങ്ങൾ വാങ്ങിക്കോ, നോക്കണ്ട. ഒന്നേന് രാവിലെ ഒരു കച്ചവടം ആകട്ടെ. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഒരു അംഗത്തിനുള്ള പുറപ്പാടാ പോണി. ചൂരലിന്റെ ഒരു വടിയൊക്കെ സാധനം എല്ലാം വണ്ടിയിലേക്ക് വെച്ചു. നമുക്ക് വടിയൊക്കെ നീ എങ്ങനെയെങ്കിലും ഒതുക്കി വെക്കാം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഇടയ്ക്ക് കളരിക്ക് പോകാറെന്ന് പറഞ്ഞാൽ കളരിയാശാനെന്ന് പറഞ്ഞാൽ മതി, പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തിയിരിക്കുകയാണല്ലേ പോണി? തൊടുപുഴ എത്തി. നമുക്ക് തൊടുപുഴ വരേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ തൊടുപുഴയ്ക്ക് നേരെ വന്നത്. നമുക്ക് ഇടുക്കി പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരെ മേലോ മറ്റൊന്ന് നമുക്ക് മുട്ടം ചാടി അങ്ങ് പോവാം. നമുക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തൊടുപുഴയ്ക്ക് വന്നു. ഇടുക്കിയുടെ ഒരു പ്രധാന ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. തൊടുപുഴ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന്, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞെങ്കിൽ തൊടുപുഴയ്ക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 38 കിലോമീറ്റർ ഉണ്ട് കഞ്ഞിക്കുഴിയിൽ നിന്ന്. അപ്പൊ തൊടുപുഴയാണ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വലിയ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ വീടിന്റെ അടുത്ത് കേട്ടോ, ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നിന്ന്. പിന്നെ ഉള്ളത് നമുക്ക് അടുത്തുള്ളത് കട്ടപ്പന, അടിമാലിയൊക്കെയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്നും പോകാറില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരും. പിന്നെ മാത്രമല്ല, എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കാണണമെങ്കിൽ പോലും തൊടുപുഴയ്ക്കാണ് വരുന്നത്. ഇവിടെ മോഹൻലാലിന്റെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്, ആശീർവാദ് തിയേറ്റർ. അവിടെയൊക്കെ വന്നാണ് നമ്മൾ സിനിമയൊക്കെ കാണുന്നത്. അങ്ങനെ തൊടുപുഴ ടൗണിലൂടെയുള്ള നമ്മൾ യാത്ര സമീപ വർഷങ്ങളിൽ വളരെയധികം ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇവിടെ ഇല്ലാത്ത പ്രസ്ഥാനങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. ഒരുപാട് ബ്രാൻഡ്സുകൾ പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്, എല്ലാ വാഹനങ്ങളുടെ നിർമ്മാതാക്കളുടെ ഔട്ട്ലെറ്റുകൾ എന്ന് വേണ്ട പ്രമുഖ വസ്ത്ര വ്യാപാര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ എന്ന് വേണ്ട ജ്വല്ലറികൾ, എല്ലാ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒരു പ്രത്യേകത, ഇവിടെ ഒത്തിരി ഏരിയ ഉണ്ട് ഡെവലപ്പ് ചെയ്യാൻ. അതാണ് വഴികൾ, നല്ല റോഡ് സംവിധാനങ്ങളുണ്ട്, ഒത്തിരി ബൈപ്പാസുകളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇത് പുതിയ സംവിധാനങ്ങൾ വരാനൊക്കെ ആയിട്ട്.
അങ്ങനെ മൂലമറ്റം റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ രീതിയിലൊക്കെ മഴ പൊടിഞ്ഞു തുടങ്ങി, തുളി തുടങ്ങി അല്ലേ? മഴയ്ക്കുള്ള ഒരു കോളുണ്ടെന്നല്ലേ ഇവരായത് ചേട്ടാ കേൾക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. എന്തായാലും മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. മുന്നോട്ട് ഇനി എങ്ങനെയായിരിക്കും? എന്തിനും നമ്മൾ തയ്യാറെടുക്കുകയാണ്. കുട എടുത്തിട്ടുണ്ടോ? പിന്നെ ഈ മോനെ എന്നാ പിന്നെ കുഴപ്പമില്ല, കുട ചൂടിയിട്ടാണെങ്കിലും നമ്മളെ സ്ഥലങ്ങളിൽ പോയി കാണും. ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടുത്തെ അല്ലേ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. യെസ്, അങ്ങനെ മുട്ടത്തുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഡാം ഉള്ളത്. മലങ്കര ടൂറിസ്റ്റ് ഹബ് ഉണ്ട്, ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ഇവിടെ ചിൽഡ്രൻ പാർക്കുണ്ട്, ഒത്തിരി സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ മലങ്കര ഡാം ഇവിടെയാണല്ലോ. അതെ. മലങ്കര ഡാമിലേക്കൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം. ഇതിൽ ശരിക്കും തൊടുപുഴ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. തൊടുപുഴ, മൂലമറ്റം, മുട്ട റൂട്ടിൽ ഓളപ്ര ഭാഗത്തൊക്കെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര മുട്ടം, മൂലമറ്റം വഴി ഞാൻ പറഞ്ഞല്ലോ ഇടുക്കിയിലേക്കാണ്. മുട്ടം എത്തിയിരിക്കുകയാണ്. മുട്ടത്തിന്റെ ബോർഡൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. മുട്ടം കോടതിപ്പടി അല്ലേ? ഇവിടെയാണോ കോടതി ഉള്ളത്? അത്യാവശ്യം ഒരു വലിയൊരു പട്ടണമാണ് കേട്ടോ മുട്ടം അല്ലേ? തിരക്കുള്ള പ്രദേശം. ഇവിടെ കുറച്ച് വീതിയോറുണ്ട്. ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴത്തേനും, മുട്ടം ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളില്ല അല്ലേ? വളരെ കുറവാണ് മുട്ടത്ത്. വളരെ ജനനിബിഡമായ ഒരു സ്ഥലമാണ്. ശരിയാ, ജനങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് മൂലമറ്റം ആ ഒരു സൈഡിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് ഈ മുട്ടം എന്ന് പറയുന്നത്. ഇവിടുന്ന് തൊടുപുഴയ്ക്ക് പോകാനും മറ്റുമായിട്ട്. ശരിയാ. പിന്നെ അങ്ങോട്ട് ഈരാറ്റുപേട്ടയ്ക്ക് പോകാനൊക്കെ ഒരു മെയിൻ സെന്റർ ആണ്. ഇടുക്കി ഡാം 53 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ? ബോർഡ് വെച്ചിട്ടുണ്ട് 53. അടുത്ത ബോർഡ് ശബരിമല ഇടുക്കി. അങ്ങോട്ട് വലിയൊരു ബോർഡ് ഇരിപ്പുണ്ടല്ലോ ഫ്രണ്ടില്. ഈരാറ്റുപേട്ട, ശബരിമല, അങ്ങനെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക് ബോർഡ് ഉണ്ടെങ്കിൽ എന്ത് ഉപകാരമെന്നറിയോ? അനായാസം അങ്ങ് പോവാം. ഇപ്പം പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ വന്നതോടുകൂടി എല്ലാവരും അതിലേക്ക് മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ബോർഡിനെ ആശ്രയിച്ചിട്ടാണല്ലോ പോകാനായിട്ട്. ഇപ്പം എല്ലാവരും മാപ്പ് ഇട്ട് പോവുക. അപൂർവ സാഹചര്യങ്ങളിൽ മാത്രം പ്രശ്നം പറ്റും. അതെ. ചിലപ്പോൾ തോട്ടിലേക്കൊക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത വഴിയൊക്കെ കാണിക്കും. അത് തന്നെ, ആ വഴി കൂടെ ഒക്കെ പോകേണ്ടി വരും. ഞാനൊക്കെ നോർത്ത് ഈസ്റ്റ് പോയ സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്ന വഴി കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങളെ നോർത്ത് ഈസ്റ്റ് പോയ സമയത്ത് ഗല്ലിക്കകത്തൂടെ, അതായത് ഇടുങ്ങിയ പ്രദേശം, ഒരു വണ്ടിക്ക് പോലും ചിലപ്പോൾ പോകാൻ വീതി കാണില്ല. അതിനകത്തൂടെയൊക്കെ എൻ്റെ പൊന്നടാവേ നമ്മളെ കൊണ്ടുപോയി ഗൂഗിൾ മാപ്പ്. നല്ല വഴിയുണ്ട് വേറെ, പക്ഷെ ഗൂഗിൾ മാപ്പ് എളുപ്പമുള്ള വഴി കാണിക്കുമ്പോൾ അങ്ങനെയുള്ള ചില പണികൾ കിട്ടും. പണ്ട് നമ്മൾ മേഘമല പോയപ്പോൾ അതെ. വീടിന്റെ ഉമ്മറത്തോടെ എന്ന് പറഞ്ഞ അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ മൂന്നാറിൽ ഒരു റിസോർട്ടിലേക്ക് മാപ്പിട്ട് പോവുകയാണ്. മൂന്നാറിൽ ഒരു ഉൾപ്രദേശത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ആദ്യം മെയിൻ റൂട്ട് കാണിച്ചത് എന്തോ തെറ്റിപ്പോയി. പിന്നെ ഇത് അടുത്ത വഴി റീറൂട്ട് ചെയ്ത് കാണിക്കുമല്ലോ. അങ്ങനെ കാണിച്ചു. അന്ന് നമ്മുടെ ഹോണ്ട സിറ്റി ആയിരുന്നു നമ്മുടെ വാഹനം. നമ്മള് പോയി ഒരു വഴിയെ ചെന്ന് പിന്നെ അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. 4x4 ജീപ്പ് മാത്രം പോകുന്ന ഒരു വഴിയിലേക്ക് എന്ന് ചാടി. വളരെ വിഷമിച്ചാണ് അതിലെ വന്ന ഒരു ജീപ്പുകാരുടെ സഹായത്തോടെയാണ് അവിടുന്ന് ഒരു വിധത്തിൽ വണ്ടി ഒന്ന് തിരിച്ചു പോകുന്ന റോഡിൽ എത്തിപ്പെട്ടത്. ഇങ്ങനെയുള്ള ചില വിക്രിയകള് ഗൂഗിൾ മാപ്പ് കാണിക്കും. എന്തായാലും നമ്മളങ്ങനെ മുട്ടം ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞ് നമ്മളിപ്പോൾ മൂലമറ്റം റൂട്ടിലേക്ക് പോവുകയാണ്. മുട്ടം ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്ന ആ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈരാറ്റുപേട്ട ഭാഗത്തേക്കും കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയൊക്കെ പോകാൻ പറ്റും. എന്തായാലും നമ്മൾ മൂലമറ്റം റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നല്ല വഴിയാണ് കണ്ടോ, നല്ല റബ്ബറൈസ്ഡ് വഴിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല ലൈൻസ് ഒക്കെ വരച്ച് നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു വഴികൾ. ഇനി നമ്മുടെ യാത്ര മലയോര മേഖലകളിലൂടെയാണ്. മൂലമറ്റം എത്തിയതിന് ശേഷം നമ്മൾ ഇടത്ത് തിരിഞ്ഞ് നമ്മൾ ഹൈറേഞ്ച് ഭാഗത്തേക്ക് പോകുന്നതാണ്. വെൽക്കം ടു കാഞ്ഞാർ. അങ്ങനെ കാഞ്ഞാർ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം നമുക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതിങ്ങനെ ഒരു സൈഡ് പറ്റി പോകുന്നത് നമുക്ക് കാണാം. ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു ഭാഗത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഭംഗിയും ഒരു പശ്ചാത്തലം അല്ലേ പോണി? ഒരു മലയുടെ താഴ്വാരത്തായിട്ട് അങ്ങനെ ആ വെള്ളം പരന്ന് കിടക്കുന്ന കാണാനായിട്ടൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കാഞ്ഞാറ് ഭാഗമൊക്കെ. കാഞ്ഞാറ്, കോളപ്ര അല്ലേ, വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ദൃശ്യം സിനിമയൊക്കെ ആണെങ്കിലും അല്ലേ, എത്ര ഒരുപാട് സിനിമ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സിനിമയുണ്ട്. കഥ പറയുമ്പോൾ സിനിമയുടെ തന്നെ കുറെ ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് കുടയത്തൂര്. അതെ, അത് കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്തോ ടോവിനോടൊരു പടത്തിന്റെ ചിത്രീകരണം ഇവിടെ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ കുറേ സ്ഥലങ്ങളിലേക്ക് അവരൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകായിരുന്നു. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് പോണി. ഇവിടെ ഒന്ന് ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിലേക്ക് എന്തായാലും ഈ വഴി വന്നല്ലേ, നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. സെൻറ്റ് തോമസ് ചർച്ച് ഇതാ അങ്ങോട്ട് തിരിയാം. ഈ വഴി ഇങ്ങനെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, കുറച്ച് ദൂരം ഉള്ളൂ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണിച്ചു തരാവേ. നീ ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ? ഞാൻ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ പോയിട്ടില്ലെന്നല്ലേ. ഒരു ഇത് കാണാം, നല്ല ഭംഗിയാണ്. 1-2 ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. അവിടെ വെള്ളം ഉണ്ടോ നോക്കട്ടെ. അതെ, വെള്ളം ഇല്ലെങ്കിൽ എല്ലാം ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫ്രെയിമിന് ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിട്ട് ആ റൈറ്റ് എടുത്തു. ഇങ്ങനെ റൈറ്റ് പോട്ടെ, റൈറ്റിലേക്ക് പോകും. എൻ്റെ പൊന്നെ നല്ല ഇറക്കല്ലോ അവിടെ. ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാരിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളും കൂടെ ഉള്ളൂ. സിനിമ ഷൂട്ടിംഗ് ആയിരിക്കും ചിലപ്പോൾ. എന്തോ ചെറിയ ഷോർട്ട് ഫിലിം വല്ലതും ആയിരിക്കാം. ഇവിടെ ഒതുക്കിടാം നമുക്ക്. ഇനി അങ്ങോട്ട് പോകണ്ട, നമുക്ക് നടന്നു പോയി കാഴ്ചകൾ കാണാം. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോയി 2 ഫോട്ടോസൊക്കെ എടുത്ത് വേണമെങ്കിൽ വരാം, പോരെ. അപ്പോൾ ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് ഇനി അങ്ങോട്ട് കടന്നു പോകാനായിട്ട്. എങ്ങനെ സ്ഥലം എങ്ങനെ പോണി? അടിപൊളി കേട്ടോ. പറഞ്ഞാൽ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നീ ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഭംഗിയാണെന്ന് വിചാരിച്ചില്ല, പ്രതീക്ഷിച്ചില്ലല്ലോ. അടിപൊളി കേട്ടോ. അതാണ് ഈ സ്ഥലത്തേക്ക് ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് വേറെയാണ് കേട്ടോ. നമ്മൾ എത്ര വർണ്ണിച്ചാൽ അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കും. മെയിൻ റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ പോലും ഇല്ലല്ലോ. അതാണ് ഒരു ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഇതൊരു മുതൽക്കൂട്ടാണ്. ഒരുപാട് നല്ല ഫ്രെയിം എടുക്കാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് ആ ഒരു ഭാഗത്തുണ്ട്, അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ പുൽമേട് കണ്ടോ, എവിടെ? അവിടെ ആ ഒരു ഭാഗത്തൊക്കെ. ഓക്കെ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ റിസോർട്ട് പോലെ എന്തോ സംവിധാനമാണെന്ന് തോന്നുന്നു കേട്ടോ. അതെന്തോ സംഭവം എനിക്കറിയില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു പാലമുണ്ട് അവിടെ, കോളപ്ര പാലം. അത് ശരി. അത് ആ ഒരു പാലമൊക്കെ ഒരുപാട് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമുള്ള സ്ഥലം അത്. ഇനി വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഇവിടെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ കേട്ടോ പുണി. തീർച്ചയായിട്ടും. ഇഷ്ടംപോലെ മീനുകളുണ്ടല്ലോ. മീനുണ്ട്. ചൂണ്ടക്കാരൊക്കെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? മീനുകൾ നമുക്ക് എന്നൊരു വീക്ക്നെസ് ആണ്. അല്ല, ഇവിടെ ചൂണ്ടിടുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ മറ്റേ പുതിയ മോഡലിലെ ചൂണ്ടയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ. പിന്നെ ഈ ചൂണ്ടിടുന്ന കാണുമ്പോൾ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ, പഴയ കാലത്തൊക്കെ നമ്മള് അല്ല ഈ മീനും മീൻപിടുത്തവും ഒക്കെ ആമ്പിളാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പകാലത്ത് ഒരു ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒന്നിനും സമയമില്ല. ഇപ്പോഴും താല്പര്യമുണ്ട്, പക്ഷെ സമയമില്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതാണ്, എന്തെങ്കിലും ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ജോലിയോ എന്താണെങ്കിലും പിന്നെ ഒന്നിനും ഒരു സമയമില്ല. തിരക്ക് അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഞായറാഴ്ച കിട്ടുന്ന ദിവസം ഒരു വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് കുടുംബമൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ ചൂണ്ടയിടാനുള്ള സമയമൊന്നും കിട്ടില്ല. എന്തായാലും കൊള്ളാം. മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യോ ഇനി അങ്ങോട്ട്? പെയ്യാൻ സാധ്യതയുണ്ടല്ലോ വീട്ടിലെ. അങ്ങനെ സുഹൃത്തുക്കളെ, ബോണി കുറച്ച് അക്വാട്ടിക് പ്ലാന്റ് ആണ്. ആണോ? പായലൊക്കെ എന്തോ എടുക്കുന്നുണ്ട് വെള്ളത്തിൽ. ഈ ഫിഷ് ടാങ്കുകളിലൊക്കെ നടാനായിട്ട് എന്നെ കുറെ നാളുകളായിട്ട് തപ്പി നടക്കുന്ന ഒരു ഐറ്റമാണ്. യാദൃച്ഛികമായിട്ട് ഇവിടുന്ന് കിട്ടി. ഉള്ളതാണോടെ? ഉള്ളതാണ്. ഇത് തന്നെയാണത്? ഇത് തന്നെയാണത്. ആണോ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പൂക്കളൊക്കെ വരുമ്പോ. ഇത് ആക്ച്വലി ഈ ചെളിക്കകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. നല്ല വെള്ളത്തില് അക്യൂറിയത്തിലും പോണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാര്യം പറഞ്ഞാൽ മുഴുവൻ ചെളിയായി. സാരമില്ല. കിട്ടിയല്ലോ, സാധനം കിട്ടിയല്ലോ. എന്ത് വില കൊടുത്താണെങ്കിലും കിട്ടി. ഇനി കാലിവിടെ കഴുകാം. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചില്ലേ? ഓക്കെ. കഴുകിയെടുത്തോ? കവർ വല്ലതും ഉണ്ടോ? കവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് അക്വേറിയത്തിൽ കൊണ്ടിട്ട് എങ്ങനെ എന്താ ചെയ്യുന്നത്? വെറുതെ ഇട്ടാൽ മതിയോ? ഇത് അങ്ങനെ വെറുതെ ഇടുവല്ല. പിന്നെ ഇത് നമ്മൾ അടിയിൽ ചോട് മണ്ണിൽ നട്ടു വെക്കണം. ഞാൻ കുറേ നാളുകളായിട്ട് എനിക്ക് കുറച്ച് ഗപ്പി അങ്ങനെയുള്ള കുറച്ച് മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഇത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നതാണ് ഈ പ്ലാന്റ്. ശരി. പിന്നെ നശിച്ചു പോയി. ഞാൻ കുറേ നാളുകളായിട്ട് അക്വേറിയം ഷോപ്പിലൊക്കെ ഇത് തപ്പുന്നതാണ്. എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത് നമ്മൾ കൊണ്ടുപോയി ജസ്റ്റ് വെള്ളത്തിൽ മണ്ണിൽ നട്ടിട്ട് വെള്ളത്തിലേക്ക് ആ ഒരു മീൻകുളത്തിലേക്ക് നട്ടു വെച്ചാൽ മതി. ഇങ്ങനെ വിടന്ന് വരും. നല്ല രസമാണ്. ഉള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. ശരി എന്നാൽ പോട്ടെ. എന്തായാലും ബോണിക്ക് വന്നുകൊണ്ടൊരു സംഭവം കിട്ടി. എന്നാൽ വണ്ടി കൊണ്ടുവച്ചിട്ടോ 2 ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്തായാലും പായലൊക്കെ കൊണ്ടുവച്ചില്ലേ? കൊണ്ടുവച്ചു. ഞാനിങ്ങനെ ഏതാണ്ട് പായലും പിറകിക്കൊണ്ട് പോയിട്ട് പറയും ഇതൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ്. സത്യം പറയാൻ വീണ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു അക്വാട്ടിക് പ്ലാന്റ് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അത് ശരി. പണ്ട് എനിക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കുറേ ഗപ്പി കളക്ഷനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ ഒരു ചെറിയ ഫിഷ് ടാങ്കിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റ്. അതിൻ്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. പക്ഷെ അത് നല്ല രസമാണ്. അതിങ്ങനെ എന്താ പറയുന്നത്, വെള്ളത്തിലിങ്ങനെ ഈ ഫിഷ് ടാങ്കിനകത്തൊക്കെ ചെറിയ ഒരു മണ്ണിൻ്റെ അകത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിടുന്ന ഇങ്ങനെ കുട പോലെ നല്ല രസമുള്ള ഒരു പ്ലാന്റ്. അപ്പൊ അത് കാണാനില്ല. അത് അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ നിറയെ ഇത് ഉണ്ടായി കിടക്കണം. പിന്നെ ഇത് പറിച്ചു ഒരു ലോറിക്ക്. അതെ. അത് അക്വേറിയം ഷോപ്പിലൊക്കെ 2 തണ്ടിന് 30 രൂപയൊക്കെ വിലയുള്ള സാധനമാണ്. ഇത് പറിക്കാൻ വേണ്ടി ഇവിടെ വരും. അപ്പൊ ഞാനത് കൊണ്ടുപോയി വണ്ടിക്കകത്ത് സിപ്ലോക്ക് കിടപ്പുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് സെറ്റപ്പ് ചെയ്തു. മോനെ വേറെ ലെവല് കളി. കയ്യിൽ മുഴുവൻ ഒരു
മണമായെന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. കഴിക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നമുക്ക് കുറച്ച് പായലും കിട്ടി, കുറച്ച് ഫോട്ടോസ് എടുത്തു. അതെ അതെ. ഇനി നമുക്ക് തിരിച്ചു പോയാലോ? കുറച്ച് നേരം ചൂണ്ടയും കൂടി ഇട്ട് പോകാം. അവിടെ ചേട്ടന്മാരൊക്കെ ചൂണ്ട കിട്ടുന്നുണ്ട്. അതെ 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 അതെ, കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മീനെ കിട്ടും. അതെ, ഇവിടെ ധാരാളം ഉണ്ട്. ഇവിടെ കിട്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഇവിടെയൊക്കെ ശരിക്കും വെള്ളമുള്ള സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം അങ്ങ് താഴ്ന്നു കിടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി കൊണ്ടു നല്ല രസമാണ്. നമുക്ക് വല്ല താഴ്ന്നു പോയി കഴിഞ്ഞാൽ തിരിക്കാൻ പാടാ, അല്ലെ പിന്നെ മൊത്തം റിവേഴ്സ് പോകേണ്ടി. അതെ അതെ അതെ. ഇത് മാത്രമല്ല ഇനി വല്ല താന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമില്ല. എന്നിട്ട് ആൾക്കാർ പറയും അവനൊക്കെ എല്ലാത്തിന്റെ കേടായിരുന്നു. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ടെല്ലാം കണ്ടേച്ച് പോയാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതാണ്. പോകുന്ന വഴി കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് പങ്കുവെച്ചു എന്ന് മാത്രം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. ഒരു 50 മീറ്റർ ഉള്ളൂ കേട്ടോ. ബോണി പറഞ്ഞ പോലെ മെയിൻ റോഡിൽ നിന്നൊരു 50 മീറ്റർ ഉള്ളൂ ആ ഒരു സ്ഥലത്തേക്ക്. ഇവിടെ വരുമ്പോഴത്തേന് ഒരു ബോർഡ് കാണാൻ സാധിക്കും കേട്ടോ, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കുടയത്തൂരിന്ന്. ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ വന്നു കഴിയുമ്പോഴത്തേനും റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ആ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ ഫ്രെയിം കിട്ടുന്നതാണ്. അവിടെ പോയി ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് കുടയത്തൂർ അല്ലേ ബോണി? കുടയത്തൂർ. അപ്പോൾ കുടയത്തൂരിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഇനി ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഈ ഒരു വീഡിയോയിലല്ല, അത് നമ്മൾ പിന്നീട് ഒരിക്കലും വരുന്നതാണ്. ഇത് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ ബാക്കി യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇനിയിപ്പം നേരെ മൂലമറ്റത്തേക്ക് പോകുന്ന വഴിയിലൊന്നും ഇനി ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. ഇനി ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ തൂക്കുപാലം കാര്യങ്ങളൊക്കെ. നമ്മുടെ അനുഭവം ഉണ്ടെങ്കിൽ ഈ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം ഇവിടുത്തുകാരനായതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഓരോ ഊട് വഴികൾ വരെയും പുള്ളി പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അനുവിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളിലെ ഭംഗിയുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും അത് മറ്റൊരു അവസരത്തിൽ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ മൂലമറ്റം എത്തിയിരിക്കുകയാണ്. ഇടുക്കി ഡാം 41, തേക്കടി 100 എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളിതാ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുന്നതാണ്. ആ മുന്നിൽ കാണുന്ന മലയുടെ ആ ഒരു ഫ്രെയിം നോക്കി എത്ര ഭംഗിയാണെന്ന്. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുകയാണ്. യെസ്, അങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. ഇതിന് അശോക കവല എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്, അശോക കവല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇനി നമ്മൾ ഹൈ റേഞ്ചിലേക്കുള്ള കവാടം തുറന്ന് അങ്ങ് പോവുകയാണ് അല്ലേ. ഇനി മലയോര മേഖലകളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇത്രയും നേരം നമ്മൾ താഴ്വാരത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ ഹെയർപിൻ വളവുകളും മറ്റുമായിട്ട് കുത്തനെയുള്ള ചെങ്കുത്തായ കയറ്റവും ഹെയർപിൻ വളവുകളും ഒക്കെയാണ് ഇനി മുഴുവൻ. പക്ഷേ നല്ല വഴിയാണ്. അതെ അതെ. അപ്പോൾ ഇനി നമ്മൾ വളഞ്ഞ് കിടക്കുന്ന ഹെയർപിൻ ബെൻഡുകളൊക്കെ താണ്ടി നമ്മൾ നേരെ ഹൈ റേഞ്ച് ഭാഗത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ എടുത്തിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ. അതായത് തുമ്പച്ചിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു മലയുടെ മുകളിലായിട്ട് ഒരു പള്ളിയും അതോടൊപ്പം തന്നെ ഈ ദുഃഖവെള്ളിയാഴ്ച ആ ഒരു ദിവസങ്ങളിലൊക്കെ ആൾക്കാർ മല കയറുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ തുമ്പച്ചിമല. തുമ്പച്ചിമല പോയി സന്ദർശിക്കാത്ത ആൾക്കാർ ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ്. ഭക്തിപരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാം. സ്ഥലം സന്ദർശിക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാഹനം സൈഡിലേക്ക് ഒന്ന് പാർക്ക് ചെയ്തു അല്ലേ പോണേ. വിശപ്പിന്റെ വിളികൾ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മാത്രമല്ല മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടല് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോരുന്ന വഴി കണ്ടൊരു ഹോട്ടലാണ്. ഒരിടയ്ക്ക് ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ട്. സുശീല ചേച്ചിയുടെ ഹോട്ടല്. അപ്പോൾ അവിടെ സുശീല ചേച്ചിയുടെ കട ആയിക്കോട്ടെ അവിടെ ഭക്ഷണമായിരിക്കും വിചാരിക്കാം. ഫേമസ് ആയതാണ്. നല്ല മീൻ പുറത്തന്നെ മണക്ക് വരുന്നത്. പോയി നോക്കാം എന്താന്നുള്ളത്. എന്തായാലും ഞാനും ആദ്യമായിട്ടാണ് അവിടെ നിന്ന് കഴിക്കുന്നത്. കുറേ കാലമായിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടെങ്കിലും നടന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമുക്കത് കഴിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ബോണിക്കാണെങ്കിൽ വിശപ്പിന്റെ അസുഖം ഉണ്ട് ഇടയ്ക്ക്. അങ്ങനെ സുശീല ചേച്ചിയുടെ കടയിൽ നിന്ന് ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര തുടരുകയാണ്. ഊണ് വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊണാണ്. നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ ഊണിന്റെ ഗുണം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ഏരിയയിൽ വേറെ അധികം നല്ല കടകളില്ല, ഹോട്ടൽസ് ഇല്ല. അതൊരു വലിയൊരു സത്യം. അതാണ് ഒരു സത്യം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുള്ളിക്കാരുടെ കടയ്ക്ക് അത്യാവശ്യം ഹൈപ്പായിട്ടുണ്ട്. ഫുഡ് മോശമില്ല. നമ്മൾ വാങ്ങിച്ചത് ഊണും പിന്നെ കൊഴുവ, നത്തോലി എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു ഫ്രൈ. കൊഴുവ നമ്മുടെ നാട്ടിൽ കൊഴുവ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നത്തോലി എന്ന് പറയും. അതെ.
അങ്ങനെ ആ ഒരു നത്തോലി ഫ്രൈയും അതോടൊപ്പം തന്നെ ഊണുമാണ് നമ്മൾ വാങ്ങിച്ചത്. കുറെ അധികം കറികളുണ്ട് കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. അതാ ഞാൻ പറയാൻ വന്നത്. ആദ്യമേ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് നേരം ക്യൂ നിന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ആ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനും ഇലയിടുന്ന പോലെയുള്ള ഒരു സംവിധാനമാണ്. അതായത് സദ്യ കഴിക്കാനായിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇരിക്കുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓരോ കറികൾ ഇങ്ങനെ ആദ്യമേ വരും. ആദ്യമേ വന്നത് മുളകായിരുന്നു. ബോണി അതെടുത്ത് വായിലേക്ക് വെച്ചു, എന്താ മധുരക്കറി എന്ന് പറയും. സാധാരണ മധുരക്കറി പോലെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം തരാറുണ്ട്. അതാണ്. അപ്പൊ നമ്മള് മധുരക്കറിയാന്ന് വിചാരിച്ചാൽ ആദ്യം വിശക്കുന്നോടെ ഉള്ളതുകൊണ്ട് ആദ്യം എടുത്തേക്ക് വായിലേക്ക് വെച്ചത് ഒരു ഓർമ്മയുള്ളൂ, കാന്താരി മുളകിന്റെ ചമ്മന്തിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ അബദ്ധം ബോണിക്ക് പറ്റി. എന്തായാലും അങ്ങനെ ഓരോ കറികൾ ഇങ്ങനെ വന്നു. 5 കൂട്ടം ഇഞ്ചി നാരങ്ങ എന്ന് പറയുന്ന പോലെ അല്ലേ, ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഊണ് കഴിച്ചു, മീൻ വറുത്തതും കഴിച്ചു, പിന്നെ സാമ്പാർ, പുളിശ്ശേരി അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടു കേട്ടോ, അതിനിടയിൽ ഒരു കറി ഉണ്ടായിരുന്നു. ബോണി ശ്രദ്ധിച്ചോ? ഇടിയിറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒരിക്കലും കാണാറില്ലാത്ത ഒരു ഐറ്റം. കൊള്ളായിരുന്നു. ഒരു ഇടിയിറച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കന്റെ എന്തോ എന്താ പറയാ, എന്തോ ഒരു പ്രത്യേക ഒരു കറി ഉണ്ടായിരുന്നു, പൊടിയായിട്ടുള്ള രീതിയിൽ എന്തോ ഒരു സ്പെഷ്യല്. അപ്പം അങ്ങനെ 2 വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം പായസവും കിട്ടി അല്ലേ. അതും കൊള്ളായിരുന്നു. പായസം അടിപൊളിയായിരുന്നു, നല്ല പായസം. അത് പറയാതിരിക്കാൻ വയ്യ. നാടൻ പായസമൊക്കെ കുടിച്ച് സംതൃപ്തരായിട്ടുള്ള ഒരു യാത്ര നമ്മൾ തുടരുകയാണ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തുമ്പച്ചിമല. നമ്മൾ ഒന്ന് കയറിയതാണ്. നമ്മൾ നേരെ നാടുകാണി പിടിപ്പിക്കാനുള്ള നാടുകാണി വ്യൂ പോയിന്റ്. ഒരുപാട് കാലമായി നാടുകാണി വ്യൂ പോയിന്റ് കണ്ടിട്ട്. ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ നാടുകാണി വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ മറ്റു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോരാം എന്നാണ് വിചാരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്കിനി മുകളിലേക്ക് കയറാനായിട്ട്. നാടുകാണി പവിലിയൻ ഒരു ബോർഡൊക്കെ ഉണ്ട്. കേരള ഐഡൽ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാപ്പി, ചായ, ശീതള പാനീയങ്ങൾ എന്നൊരു ബോർഡൊക്കെ കാണാം. ബെജുകളൊക്കെ ഉണ്ട്. ഒരു ചേച്ചിമാർ നടത്തുന്ന കടയാന്ന് തോന്നുന്നു. അത്യാവശ്യം കയറ്റമാണ് കേട്ടോ. നല്ല കയറ്റമാണ്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ബോണി വന്നിട്ടുണ്ട് ഇതിന് മുന്നേ? ഞാൻ കഴിഞ്ഞ വർഷം വന്നായിരുന്നല്ലേ. ഞാൻ വന്നിട്ട് കുറേ കാലമായി. ഇവിടെയല്ലേ, ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്താലേ കയറാൻ പറ്റുള്ളൂ മോനെ. ഇപ്പോൾ ഇവിടെ വണ്ടി ഇടും. അകത്തേക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ? വണ്ടി കയറ്റായിരിക്കും അല്ലേ. എൻട്രി ടിക്കറ്റ്, പ്രവേശനം, പാസ് പോലും മാത്രം. അവിടെ പോയി ഇട്ടിട്ട് വരാം. വണ്ടി ഇട്ടിട്ട് വരാം. എന്തായാലും കയറിക്കോ, അകത്തേക്ക് കയറിക്കോ. പ്രവേശനം, പാസ് പോലും മാത്രമേ ഉള്ളൂ കേട്ടോ. പോണേ ഫ്രീ ഒന്നും ചോദിക്കരുത്, തരില്ല. ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാറായി കേട്ടോ അല്ലേ. പിന്നെ എന്നാ ടിക്കറ്റ് എടുത്താലോ? പിന്നെ എടുക്കുകയാണ്. നോവാ. അങ്ങനെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് അല്ലേ പോണി? അതെ 50 രൂപയുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, കാശ് വാരി ഇറങ്ങി. ബോണി കാശ് വാരി ഇറങ്ങി, നോക്കിയില്ല. ഇനിയാണ് നമ്മളൊരു കാഴ്ച കാണാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അവിടെ ഒരു മൂടലൊക്കെ പോലെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ വിഷമിപ്പിക്കല്ലേ. ശരിയാട്ടോ, ചെറിയ രീതിയിൽ കാഴ്ചക്ക് മങ്ങലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓ എൻ്റെ അമ്മോ, ഈ മോനെ വേറെ ലെവൽ കാഴ്ചയാണ്. എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. മഴ പെയ്തു, കുറച്ചേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു മഴ ഓടി വന്ന് പിന്നെയും കയറി കുറച്ച് വിഷ്വലൊക്കെ ചിത്രീകരിച്ചു. ബോണി പിന്നെ ആദ്യം തന്നെ ഓടി കയറി കൊണ്ട് വലിയ നനഞ്ഞില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടി നനഞ്ഞു. ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്ത വീഡിയോ കംപ്ലീറ്റ് ആക്കാതെ നമ്മൾ അവിടെ നിന്ന് പോരില്ല. എന്തായാലും മഴയൊക്കെ നനഞ്ഞു നിന്ന് കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് കാറിൽ കയറി കേട്ടോ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലം. അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ പറയാനുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പവിലിയന് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളുടെ ആഗ്രഹം അത് തന്നെയായിരിക്കും. വരുമ്പോഴേ തന്നെ ആ ഒരു മങ്ങിയ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു കുറച്ചുകൂടെ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അത് പിന്നീട് അങ്ങ് നശിച്ചു പോകും. ഇപ്പോഴേ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വൃത്തികേടുണ്ടെന്നല്ല, നല്ല നീറ്റായിട്ടാണ്. പക്ഷേ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. കെട്ടിടമൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനാണെങ്കിലും പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിനുസപ്പെടുത്തിയൊക്കെ എടുത്ത് എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷമെങ്കിലും കൂടുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഭംഗിയായിട്ട് അത് നിലനിൽക്കും. ഇപ്പോൾ വരുന്ന സഞ്ചാരികൾക്ക് കാണുമ്പോൾ തന്നെ, ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എന്ത് രസമാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഈ ഒരു പവലിയനോട് ചേർന്ന് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് കുട്ടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് ആടിക്കളിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ മറ്റേ ഊർന്നിറങ്ങുന്ന സാധനം അതൊക്കെ ഉണ്ട്. അതിനെന്താ പറയാ, ആ സാധനം അതവിടെ ഉണ്ട്. പിന്നെ മുതിർന്നവർക്കും ആടാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലുണ്ട്, മുഴുത്ത ഊഞ്ഞാലുണ്ട്. കുട്ടികളുടെ ഊഞ്ഞാൽ കയറരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എന്തായാലും കൊള്ളാം കേട്ടോ. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും, വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്രദമാണ്.
ഒന്നുകൂടെ ഒരു പ്ലസന്റ് ലുക്കിലേക്ക് ആവും. അത് നല്ല സംവിധാനമാണ്, വളരെ നല്ല സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെയൊക്കെ പെയിന്റൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയാൽ കുറച്ചുകൂടെ ഒരു നിലവാരത്തിലേക്ക് ഉയരും, സഞ്ചാരികളുടെ എണ്ണം കൂടും. പിന്നെ ഇപ്പൊ തന്നെ മഴ പെയ്തപ്പോൾ നമ്മൾ അതിന്റെ അകത്തേക്ക് ഒന്ന് കയറി നിന്നു. അവിടെ നിന്നുള്ള ഒരു താഴേക്കുള്ള ഒരു കാഴ്ചയും വളരെ മനോഹരമാണ്. പിന്നെ അതുപോലെ തന്നെ ആ മഴയോടൊപ്പം ഉള്ള ഒരു തണുത്ത കാറ്റ്, അതൊക്കെ നമുക്കൊന്ന് വന്ന് ആസ്വദിക്കാൻ നമുക്ക് ആസ്വാദകരമാണ്. അല്ലാതെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല. മഴയും ആ ഒരു പൊടിമഴയും ആ ഒരു കാറ്റും എല്ലാം നമുക്കൊന്ന് ഇതിനൊപ്പം ആ ഒരു കൂടത്തിൽ വരുന്ന മഞ്ഞ് മൂടൽ മഞ്ഞ് നല്ലൊരു നമ്മള് എന്താ പറയുക, ഒരു ഊട്ടി ചെന്ന ഒരു പ്രതീതിയാണ് അല്ലേ? ഇത്ര അടുത്ത് നമ്മുടെ മൂലമറ്റത്തിന് ഇത്ര അടുത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നല്ല രീതിയിൽ അത് വിനിയോഗിക്കണം എന്നുള്ളതാണ് എന്റെയൊക്കെ ആഗ്രഹം. എന്റെ മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ഇപ്പൊ തുമ്പച്ചിമല പോയി കഴിഞ്ഞാൽ നടന്ന കയറ്റം കയറണം. സാധാരണക്കാർക്ക് ചിലപ്പം ചില പ്രായമുള്ളവർക്കൊന്നും പറ്റില്ല. അല്ലാതെ എല്ലാവർക്കും പ്രാവർത്തികമല്ല. ഈ ഒരു വാതിൽ ചൂട്ടി വരെ നമുക്ക് ഏത് കാറും കയറി വരും, ടൂ വീലറോ കാറോ എന്ത് വേണമെങ്കിലും കയറി വരും. അപ്പൊ ഇച്ചിരി മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒന്ന് അനായാസമായിട്ട് ഈ ഒരു സമയത്ത് തന്നെ എത്ര ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ മുതൽ കുഞ്ഞു കുട്ടികൾ എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. നല്ലൊരു സ്പോട്ടാണ്. അപ്പൊ ആ ഒരു സ്പോട്ട് എപ്പോഴും നല്ല രീതിയിൽ വിനിയോഗിക്കണ്ടേ, ഏറ്റവും നല്ല രീതിയായിട്ട് നിലനിൽക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അതാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ളതെന്നറിയാം ഈ പവലിയന്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. എന്തായാലും സഞ്ചാരികൾ ഭയങ്കര കുറവാണ്. ഈ ഒരു ദിവസത്തിന്റെ ആണോ അതെയോ എത്രമാത്രം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നില്ലേ എന്നുള്ളതും അറിയില്ല. വലിയൊരു ഘടകമാണ്. എന്തായാലും വരുന്ന ആൾക്കാർ, ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ കയറി കാണുക, ഫോട്ടോസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക, താഴേക്കുള്ള ആ ഒരു മനോഹരമായ ഒരു വ്യൂ കാണുക. ആ മൂലമറ്റം ടൗൺ ഇങ്ങനെ ആ മൂടമഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയ ഒരു കാഴ്ചയാണ്. എന്റെ മോനെ, അത് വേറെ ലെവലാണ്. ഈ ഒരു കാഴ്ച ഉണ്ടോ നോക്കി, അതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആ മൂടമഞ്ഞ് ഇങ്ങനെ പാറിപ്പറന്ന് അങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോഴത്തേനും അതിങ്ങനെ തെളിഞ്ഞ ഒരു മൂലമറ്റം ടൗണൊക്കെ എത്ര ഭംഗിയാർന്ന കാഴ്ചയാണെന്നറിയോ. അതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു ഫീല്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നാടുകാണി പവലിയനിൽ നിന്നുള്ള വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിനി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ 1-2 ചായക്കടകളുണ്ട് കുളമാവ് ഡാമിൻ്റെ അപ്പുറത്ത്. കുളമാവ് ഡാമിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമല്ലേ? അവിടെ വീഡിയോ എടുക്കാം, ഫോണിൽ പോലും എടുക്കാൻ പറ്റില്ല ആണല്ലേ? ഇല്ല. പണ്ടൊക്കെ ഞാൻ ബസ്സിലൊക്കെ പോയ സമയത്ത് 1-2 തവണയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവര് നിർത്തി. ആണല്ലേ? ക്യാമറയുണ്ട്, അതെന്തോ സുരക്ഷാ ഭീഷണികള് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തീർച്ചയായിട്ടും അവര് പറയുന്നത് നമ്മൾ അത് കള്ളത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ട്. ആ പാലത്തിന്റെ എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഡാമിന്റെ എടുക്കരുതെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അപ്പുറത്തുനിന്ന് പോയിട്ട് ആ കാട്ടിലൂടെയുള്ള ഒരു ചെറിയൊരു ഡ്രൈവൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് ബോണിയുടെ വീട്ടിലേക്ക് പോകും. പിന്നെയും നമ്മുടെ യാത്രകളൊക്കെ തുടർന്നായിരിക്കും. എന്തായാലും ആദ്യം പോയി ഒരു ചായ കുടിക്കാം. അപ്പോൾ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ അല്ലെ ബോണി? പിന്നെ തീർച്ചയായിട്ടും ചായ കുടിച്ചു കഴിഞ്ഞാൽ ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു ആശ്വാസകരവും ഒരു മനസ്സിന് കുളിർമയാണ്. തീർച്ചയായിട്ടും അതില്ലെങ്കിൽ പിന്നെ ഈ ഒരു യാത്ര പൂർണ്ണമാകില്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്. അങ്ങനെ ചായ കുടിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുളമാവ് ഡാമിന്റെ അവിടെ നിന്ന് അല്പ ദൂരം മുന്നോട്ട് വന്നു. ഡാം കഴിഞ്ഞ് ഉയരം കൂടുന്നതനുസരിച്ച് ചായയുടെ രുചി വരുമായിരിക്കും. കുളമാവ് ഡാമിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. കറക്റ്റ് ഒരു ഡാം കഴിഞ്ഞ ഒരു 500 മീറ്റർ ഇല്ലെന്ന് തോന്നുന്നു, ഒരു 300 മീറ്റർ കാണും. രണ്ട് ചായ മധുരം കുറച്ച് മധുരം കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് മധുരം കുറച്ചാണ്. ചേച്ചി കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. മധുരം കുറച്ച് മതി കേട്ടോ, രണ്ടും. നമ്മുടെ ചായ കിട്ടി അല്ലേ ബോണി? അതെ. നമുക്ക് ചായ കുടിക്കാം. ചായയുടെ കൂടെ തൽക്കാലം പപ്പട ബോളിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ബോണി അത് ഒടിച്ച് പകുതി വെച്ചിരിക്കുക കയ്യിൽ, എനിക്ക് തരാനുള്ളത്. ബോണി നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം. കടയിലാണെങ്കിൽ നല്ല തിരക്ക്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്ന സ്ഥലം ആണ് അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുളമാവ് ഡാം കഴിയുമ്പോഴത്തേനും കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കടയുണ്ട്. ഒരു ചേച്ചിയാണ് ചായ എടുക്കുന്നത്. ചേച്ചി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചായ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ പപ്പടബോളി ആണെങ്കിലും നമുക്ക് കിട്ടി. അടിപൊളി പപ്പടബോളി. നല്ല തണുപ്പുള്ള ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ചായയും ഇതുപോലൊരു പപ്പടവടയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല, കാണാനേ കഴിയുള്ളൂ.
നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം ഇത് രണ്ടും നമ്മളല്ല കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലത്തുള്ള യാത്രകളിലൊക്കെ ഇങ്ങനെ വന്ന് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നൊരു ചായ കുടിക്കുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ കുളമാവ് ഡാമിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണെന്ന്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ റിസർവർ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് മാത്രമല്ല നല്ല കോടമഞ്ഞ് ഇങ്ങനെ പാറി പറന്നു പോകുന്നുണ്ട്. ഇതൊരു താഴ്ചയുള്ളൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കുത്തി മുകളിലേക്ക് പൊങ്ങി വന്ന് നമ്മളെ തഴുകി ഇങ്ങനെ ആ ഒരു റിസർവറിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ അങ്ങ് പോവുകയാണ്. ആ ഒരു കാഴ്ചയും വളരെ ഹൃദ്യമായൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നല്ല തണുത്ത ഒരു പ്രദേശത്ത് നല്ല ചൂടുള്ളൊരു ചായയും പപ്പടബോളിയൊക്കെ കഴിച്ച് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരും. മുന്നോട്ട് ഇനി ഒരുപാട് യാത്രകളൊന്നുമില്ല, തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ കാണണമെന്ന് ഉണ്ടായിരുന്നു. മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാറമട, അവിടെ നിന്ന് അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളും ഒരു ഗ്രാമമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി വഴിയേ പറയാം. അങ്ങനെ എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ തിരിച്ച് പോവുകയാണ്. അവിടെ നിന്ന് വാഹനം തിരിച്ച് നേരെ കുളമാവ് ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ വന്ന വഴിയിലൂടെ എങ്ങനെ അങ്ങ് പോവുകയാണ്. ഡാമിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോഴത്തേന് CCTVയിലൂടെ അവർ നോക്കുന്നുണ്ട്. ഡാമിൻ്റെ ഒരു നീ പറഞ്ഞത് കറക്റ്റാ, നോക്കുന്നുണ്ട്. ആരെങ്കിലും പോയി അവിടെ വീഡിയോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇനി സൂക്ഷിച്ചോണം. ആ വഴിക്ക് വരുന്ന ആൾക്കാർ കുളമാവ് ഡാമിൻ്റെ അവിടെ വന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ ശ്രമിക്കരുത്. വണ്ടിയിൽ ഇരുന്ന് എടുത്താൽ പോലും അവർക്ക് കാണാൻ പറ്റും. ഡാമിൻ്റെ പല ഭാഗങ്ങളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരുടെ മോണിറ്ററിലൂടെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കരുത്, അല്ലേ പണി? അതെ, തീർച്ചയായിട്ടും. അതുപോലെ നിന്റെ ഇവിടെ വന്ന് ചായ കുടിക്കാന്നുള്ള ഐഡിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് അതിന്റെ ബുദ്ധിപരമായ നീക്കം. ഇവിടം വരെ വരാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ആ മഞ്ഞത്ത് കാറ്റൊക്കെ കൊണ്ട് മഞ്ഞൊക്കെ കൊണ്ട് ചൂട് ചായയും നല്ല ചൂട് പപ്പടബോളി, അതും കൂടെ പപ്പടബോളി സാധനം, അത് അടിപൊളിയായിരുന്നു. അതെ അതെ അതെ. ഇനി നമ്മൾ മടങ്ങി പോവുകയാണ് സുഹൃത്തുക്കളെ, മടങ്ങി പോവുകയാണ്. ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്രകളും കാഴ്ചകളും ഇനി കാണാനുണ്ട്. പക്ഷെ അത് ഉടനെ ഉണ്ടാവില്ല, താമസിക്കാതെ ഉണ്ടാവും. ഒരുപാട് വൈകിപ്പിക്കില്ല. കാരണം ഒരുപാട് നല്ല കാഴ്ചകളുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഴയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ വന്ന് ബാക്കിയുള്ള വീഡിയോസും കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. 1-2 ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, അത് രസമുള്ള ഗ്രാമമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും ഇന്നത്തെ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത്. ചെറിയ യാത്രയാണ്, നിങ്ങളെ കണ്ടല്ലോ. ചെറിയ യാത്ര, ചെറിയ കാഴ്ചകൾ, ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു യാത്ര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ഇവർക്കും ബൈ.